ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഉസാഗ, ഉത്തമ സാധാരണ ഘടകം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് എൽ സി എം ആണ് നോക്കിയത്, ലസാഗു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഉസാഗ, ഉത്തമ സാധാരണ ഘടകം, HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഉസാഗ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാഗ. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാഗ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം വഴി നമുക്കത് നോക്കാം. 4, 18 ഈ രണ്ട് സംഖ്യകളുടെ HCF കാണണം. എങ്ങനെ കാണും? ഈ രണ്ട് സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിലെ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും അതിൻ്റെ HCF. ഇത് സിമ്പിളായി നോക്കുകയാണെങ്കിൽ 4ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കണം. 4ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 1, 1 × 4, 4, അതുപോലെ 2 × 2, 4. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 1, 4, 2. അതുപോലെ 18ൻ്റെ ഗുണിതങ്ങൾ 18ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 1 × 18, 18, 2 × 9, 18, 3 × 6, 18. അപ്പോൾ 18ൻ്റെ ഗുണിതങ്ങൾ വരുന്നത് 1, 18, 2, 9, 3, 6. അപ്പോൾ ഉസാഗ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും വലിയ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ഇവിടെ ഏറ്റവും വലിയ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണോ അതാണ് ഉസാഗ. ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത് 2 ആണ്. അപ്പോൾ 2 ആണ് ഇവിടെ ഹയസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഉസാഗ 4, 18 എന്നീ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയിൽ നമുക്ക് നോക്കാം. 4, 18 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഗുണിതങ്ങൾ നോക്കാം. ഏതുകൊണ്ടാണ് പോവുക? 2, 4, 20, 18. പിന്നെ 2ലും 9നും പോവില്ല. അപ്പോൾ 2 ലെഫ്റ്റ് സൈഡിലെ 2 ആണ് HCF ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ HCF 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10, 20, 40 സംഖ്യകളുടെ ഉസാഗ കാണുക. കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കാം. ഇതിൽ എല്ലാത്തിനും പോകുന്നത് 10 ആണ്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയിൽ കാണാം. എന്തായാലും HCF 10 ആണ്. പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ ഉസാഗ 1 ആയിരിക്കും. പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ ഉസാഗ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. 2/5, 3/10 ഇവയുടെ ഉസാഗ കാണുക. ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. 2/5, 3/10. അപ്പോൾ ഭിന്നസംഖ്യകളുടെ ഉസാഗ കാണാനുള്ള ഫോർമുലയാണ് അംശങ്ങളുടെ ഉസാഗ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. അംശങ്ങളുടെ ഉസാഗ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. ഭിന്നസംഖ്യകളുടെ LCM കാണുമ്പോൾ നമ്മൾ പറഞ്ഞു, ഭിന്നസംഖ്യകളുടെ LCM കാണാനുള്ള സൂത്രവാക്യം അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ എന്നാണ്. ഇവിടെ ഭിന്നസംഖ്യയുടെ ഉസാഗ കാണാൻ അംശങ്ങളുടെ ഉസാഗ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു എന്നാണ്. അപ്പോൾ ഇവിടെ അംശം പറയുന്നത് 2, 3. 2, 3ൻ്റെ ഉസാഗ കോമൺ ഫാക്ടർ ഇല്ല. അതുകൊണ്ട് കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ 2, 3 എന്നിവയുടെ ഉസാഗ 1. ഛേദങ്ങളുടെ ലസാഗു, ഇവിടെ ഛേദങ്ങൾ എന്ന് പറയുന്നത് 5, 10. ലസാഗു കാണാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. 10 ആണ് ഇവിടുത്തെ വലിയ സംഖ്യ. 10 5 കൊണ്ട് 10 പോകും. അപ്പോൾ 10 ആണ് ഇവിടുത്തെ ലസാഗു. 5, 10 എന്നിവയുടെ ലസാഗു 10 ആണ്. അപ്പോൾ ഭിന്നസംഖ്യകളുടെ ഉസാഗ = 1/10. 2, 3 എന്നിവയുടെ ഉസാഗ 1, 5, 10 എന്നിവയുടെ ലസാഗു 10. അപ്പോൾ ഇവയുടെ ഉസാഗ പറയുന്നത് 1/10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2/2 × 3/2 × 5/4. 2/4 × 3/3 × 5². 2/7 × 3/4 × 5/3. ഇവയുടെ ഉസാഗ കാണുക. LCMൽ നമ്മൾ ഇതേപോലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു സംഖ്യകളുടെ ലസാഗു കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവയുടെ ഉസാഗ കാണുക. അഭാജ്യ ഘടകങ്ങളുടെ ഉസാഗ കാണാൻ തന്നിരിക്കുന്ന പൊതുവായ ആധാര സംഖ്യകളും ബേസ് നമ്പറും അവയുടെ ഏറ്റവും ചെറിയ കൃതിയും എഴുതിയാൽ മതി. അവിടെ LCM കാണുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആധാരസംഖ്യകൾ എടുത്ത് അവയുടെ വലിയ കൃതിരൂപം എഴുതാനാണ് പറഞ്ഞത്. ഉസാഗയുടെ കാര്യത്തിൽ തിരിച്ചാണ്. ആധാരസംഖ്യകൾ എഴുതി അതിൻ്റെ ചെറിയ കൃതിരൂപമാണ് എഴുതേണ്ടത്.
അപ്പോൾ പൊതുവായ ബേസ് നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5. അപ്പോൾ ചെറിയ കൃതികൾ എഴുതിയ ഉസാഗ കിട്ടും. അപ്പോൾ ഉസാഗ പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, a⁵, b⁵3, c സ്ക്വയർ, a⁴, b⁴, c⁴, a�6, b⁴, c⁴. ഇവയുടെ ഉസാഗ കാണുക. ഇവിടെ പൊതുവായ അക്ഷരങ്ങൾ എ ബി സി, അതുപോലെ ഉസാഗയാണ് കാണേണ്ടത്. അപ്പോൾ കൃതിയിൽ നമ്മൾ ഏറ്റവും ചെറിയ കൃതി വേണം എഴുതാൻ. ഇവിടെ എയിൽ ചെറിയ കൃതിയായിട്ട് 4, ബിയിൽ 3, സിയിൽ 2 അപ്പോൾ ഉസാഗ എന്ന് പറയുന്നത് a⁴, b⁴, c⁴. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ LCM = 72, HCF = 6. ഒരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത്? 2 സംഖ്യകളുടെ LCMഉം HCFഉം തന്നിട്ടുണ്ട്, ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കാണാനുള്ളൊരു ഇക്വേഷനാണ് ആദ്യ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ = ലസാഗു ഇൻറ്റു ഉസാഗ. അതായത് 2 സംഖ്യകളുടെയും ഗുണനഫലം ഈക്വൽ ആയിരിക്കും അവയുടെ ലസാഗുവിൻ്റെയും ഉസാഗയുടെയും ഗുണനഫലങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ ഈ ഇക്വേഷൻ പ്രകാരം ചെയ്യാം. 18 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ = 72 ഇൻറ്റു 6. രണ്ടാമത്തെ സംഖ്യ = 72 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 18, 24. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 24 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30 സെൻറ്റിമീറ്റർ, 18 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടിയിൽ നിന്ന് ബാക്കിയുണ്ടാകാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ HCF ആണ് കാണേണ്ടതെന്ന്. അപ്പോൾ 30, 18, 12ൻ്റെ HCF കാണണം. അപ്പോൾ 30, 18, 12ൻ്റെ HCF എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 47, 97, 65 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ LCMലും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താ ചെയ്തത്? ആ സംഖ്യകളുടെ LCM കണ്ടിട്ട് ശിഷ്ടമായ 1 അതിലൂടെ കൂട്ടുകയാണ് ചെയ്തത്. LCM കണ്ടിട്ട് LCM എത്രയാണോ കിട്ടിയത് അതിലൂടെ നമ്മൾ ആ ശിഷ്ടം കൂട്ടുകയാണ് ചെയ്തത്. ഇതിലങ്ങനെയല്ല. 49, 97, 65 നിന്നും 1 കുറച്ച ശേഷം ഉസാഗ കാണണം. ഇതിൽ 49, 97, 65 നിന്ന് ഓരോന്നിന്നും 1 കുറയ്ക്കണം. അപ്പോൾ 48, 96, 64 എന്ന് കിട്ടി. അതിൻ്റെ HCF കാണണം. അപ്പോൾ HCF കാണുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടി. ആ 16 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. LCMൽ അങ്ങനെ ആയിരുന്നില്ല. LCM കണ്ട ശേഷം ആ ശിഷ്ടം അതിലൂടെ കൂട്ടുകയായിരുന്നു ചെയ്തത്. ഇതിലങ്ങനെയല്ല. LCM കാണുന്നതിന് മുന്നേ തന്നെ സംഖ്യകളിൽ നിന്ന് 1 കുറച്ച ശേഷമാണ് നമ്മൾ HCF കാണുന്നത്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, 115, 149, 183 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 3, 5, 7 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അതിൽ ശിഷ്ടം എല്ലാത്തിലും 1 ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ശിഷ്ടങ്ങൾ വ്യത്യാസമുണ്ട്. 3, 5, 7 എന്നാണ്. അപ്പോൾ അതിൽ ഓരോന്നും അതാത് ശിഷ്ടങ്ങൾ കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ HCF കാണണം. 115 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 112, 149 - 5, 144, 183 - 7, 176. അപ്പോൾ 112, 144, 176 എന്ന് കിട്ടും. ഇവയുടെ HCF കാണണം. അതായിരിക്കും ആ ഏറ്റവും വലിയ സംഖ്യ. HCF കാണുമ്പോൾ നമുക്ക് കിട്ടിയത് 16 ആണ്. അപ്പോൾ 115, 149, 183 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 3, 5, 7 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 12, 20, 24 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട് 12, 24, 2, 4. 4ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 8, 12, 16 ഇവയുടെ ഉസാഗ എത്ര? ഓപ്ഷൻ A 8, B 4, C 6, D 12. ആൻസർ 4. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു 105, അവയുടെ ഉസാഗ 3.
ഒരു സംഖ്യ 21 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഗ. അത് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ലസാഗു 105 ഇൻറ്റു 3 ഈക്വൽ ടു 21 ഇൻറ്റു എക്സ്. എന്നിട്ട് അത് സോൾവ് ചെയ്യും, നമുക്ക് ആ സംഖ്യ കിട്ടും, അത് 15. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളുടെ ലസാഗു 2079, ഉസാഗ 27. അതിൽ ഒരു സംഖ്യ 189 ആയാൽ മറ്റേ സംഖ്യ എത്ര? സെയിം പ്രോബ്ലം. ഓപ്ഷൻസ് 189, 297, 279, 281. ആൻസർ ഓപ്ഷൻ ബി 297. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ 3 വീഡിയോയിലും സിലബസ് പ്രകാരം നോക്കിയ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യ ഏത്? ഓപ്ഷൻ എ 263, ഓപ്ഷൻ ബി 243, ഓപ്ഷൻ സി 253, ഓപ്ഷൻ ഡി 273. അഭാജ്യ സംഖ്യ എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയും മാത്രം വന്നാൽ അത് അഭാജ്യ സംഖ്യയാവുമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 263. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയുടെയും ഏതെങ്കിലും അഖണ്ഡ സംഖ്യയുടെയും 0 ഒഴികെ ഗുണനം എന്തായിരിക്കും? ഓപ്ഷൻ എ എപ്പോഴും 0 ആയിരിക്കും, ഓപ്ഷൻ ബി എപ്പോഴും 1 ആയിരിക്കും, ഓപ്ഷൻ സി എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും, ഓപ്ഷൻ ഡി എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും. നമുക്കറിയാം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ 0 മുതൽ 0, 1, 2, 3, 4 തുടങ്ങിയവയാണ്. അപ്പോൾ 0 ഒഴികെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഖണ്ഡ സംഖ്യയുടെയും 0 ഒഴികെ ഗുണനം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0 ഒഴികെ 2ൻ്റെ കൂടെ 0 അല്ലാത്ത ഏത് സംഖ്യ ഗുണിച്ചാലും ഉത്തരം ഇരട്ട സംഖ്യയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 36,75,149 5ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഓപ്ഷൻസ് എ 5000, ഓപ്ഷൻ ബി 4995, ഓപ്ഷൻ സി 495, ഓപ്ഷൻ ഡി 4990. സ്ഥാനവിലയും മുഖവിലയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഖ്യയുടെ മുഖവില അതേ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 5ൻ്റെ മുഖവിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5ൻ്റെ മുഖവില എന്ന് പറയുന്നത് 5 തന്നെയാണ്. അതുപോലെ 5ൻ്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ സ്ഥാനവില കാണേണ്ട സംഖ്യയ്ക്ക് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും 0 ആ സംഖ്യയ്ക്ക് ശേഷം ഇട്ടാൽ കിട്ടുന്നതാണ് സ്ഥാനവില. അപ്പോൾ 5ൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ട് 3 സംഖ്യകളുണ്ട്, അപ്പോൾ 3 0, അപ്പോൾ 5000. അപ്പോൾ 5ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5000ഉം 5ൻ്റെ മുഖവില എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 5000 മൈനസ് 5 4995. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 4995. അടുത്ത ക്വസ്റ്റ്യൻ, 2, 4, 6 എന്നിവയാൽ ഹരിക്കാവുന്ന 100ൽ കൂടുതലുള്ള ഏറ്റവും ചെറിയ ഘനസംഖ്യ ക്യൂബ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. 2, 4, 6 എന്നിവയാൽ ഹരിക്കാവുന്ന 100ൽ കൂടുതലുള്ള ഏറ്റവും ചെറിയ ഘനസംഖ്യ ക്യൂബ് നമ്പർ. ഓപ്ഷൻസിൽ 1296, 5832, 1728, 4096. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം LCM കാണണം. 2, 4, 6 എന്നിവയുടെ LCM കാണണം. LCM 12 കിട്ടി. അപ്പോൾ നമുക്ക് ക്യൂബ് സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ 12⁻3. അപ്പോൾ 1728. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 1728. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയെ 4, 5, 6 അല്ലെങ്കിൽ 7 കൊണ്ട് ഹരിച്ചാൽ ഓരോ കേസിലും ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുക. 4, 5, 6, 7 എന്നിവയുടെ LCM കണ്ടിട്ട് ശിഷ്ടം 1 അതിൽ കൂടെ കൂട്ടുക. അതായിരിക്കും ആൻസർ. ആൻസർ ഓപ്ഷൻ എ 421. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഖ്യകളിൽ ഏതൊക്കെ സംഖ്യകളാണ് കോപ്രൈം? 12, 7, 21, 42, 3, 9, 43, 129. കോപ്രൈം സംഖ്യ എന്ന് പറഞ്ഞാൽ 2 എണ്ണൽ സംഖ്യയുടെ HCF 1 ആയാൽ ആ സംഖ്യയെ കോപ്രൈം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ 12, 7 എന്നീ സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ
ആൻസർ 12, 7. മറ്റതൊക്കെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കോപ്രൈം സംഖ്യ എന്ന് പറയുന്നത് 12, 7. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 15, 25, 40, 75 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത്? ഓപ്ഷൻ 9200, 9600, 9400, 9000. നമുക്കറിയാം ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 ആണ്. 15, 25, 40, 75 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ നമുക്കറിയാം. അതിൻ്റെ LCM കാണാം. അപ്പോൾ അതിൻ്റെ LCM കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 600 ആണ്. ഈ 600 കൊണ്ട് ഈ ഏറ്റവും വലിയ നാലക്ക സംഖ്യ, അതായത് 9999 600 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഈ 9999 മൈനസ് ചെയ്യാം. ഇവിടെ ശിഷ്ടം കിട്ടിയത് 399 ആണ്. അപ്പോൾ 9999 മൈനസ് 399 ഈക്വൽ ടു 9600. അതാണ് ഇതിൻ്റെ ആൻസർ. 15, 25, 40, 75 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ചെറിയ, അതായത് ഇവ കൊണ്ട് ഹരിക്കാവുന്ന ചെറിയ സംഖ്യ കാണണം. അതിന് നമ്മൾ ആദ്യം കാണേണ്ടത് LCM ആണ്. LCM കണ്ടിട്ട് നമ്മൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൊണ്ട് ഈ LCM കൊണ്ട് ഹരിച്ചെടുത്തിട്ട് അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് 399 ആണ് നമുക്ക് കിട്ടിയത്. ആ 399 ഈ വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 200നും 600നും ഇടയ്ക്ക് 4, 5, 6 ഇവ മൂന്നും കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. 4, 5, 6ൻ്റെ LCM കാണണം. അപ്പോൾ 60 കിട്ടി. അപ്പോൾ 200നും 600നും ഇടയിലുള്ള 60ൻ്റെ ഗുണിതങ്ങൾ നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 200നും 600നും ഇടയിൽ 60ൻ്റെ ഗുണിതങ്ങൾ? 240, 300, 360, 420, 480, 540. 6 ഉണ്ട്. അപ്പോൾ 200നും 600നും ഇടയ്ക്ക് 4, 5, 6 ഇവ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയെ ഇരട്ടിയാക്കുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം LCM കാണണം. അപ്പോൾ 24, 18, 21, 10ൻ്റെ LCM കാണാം. അപ്പോൾ അത് 2520 ആണ്. കൊണ്ട് കൃത്യമായി ഹരിക്കാമെങ്കിൽ അതിൻ്റെ ചെറിയ സംഖ്യ. അപ്പോൾ ഒരു സംഖ്യ ഇരട്ടിയാക്കുമ്പോഴാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹരിക്കാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2520 ഡിവൈഡഡ് ബൈ 2 1260. അപ്പോൾ ഒരു സംഖ്യയെ ഇരട്ടിക്കുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ എത്ര? ആൻസർ ഓപ്ഷൻ ബി 1260. അടുത്ത ക്വസ്റ്റ്യൻ 15, 20, 45, 70 എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ. ഇപ്പം നേരത്തെ കണ്ട അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇതും. LCM കാണുക. ഈ 15, 20, 45, 70ൻ്റെ LCM കാണുക. അപ്പോൾ 1260 കിട്ടും. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ 99,999 ആണ്. അതിനെ 1260 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഈ 99,999 മൈനസ് ചെയ്യാം. അപ്പോൾ 99,999 മൈനസ് 450 99,540. അതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഉസാഗ കാണുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതുപോലെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇതുവരെ നോക്കിയ സിലബസിലെ നമ്മൾ നോക്കിയ എല്ലാ ഭാഗത്തിലും കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.